വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ് ചെയ്യുന്നത്. നാടൻ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും നന്നായിട്ട് പോകുന്ന നല്ലൊരു ചിക്കൻ വരട്ടിയതാണ്. ഈ ചിക്കൻ വരട്ടിയതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 20 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 10-18 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 വലിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെയുള്ള 2 കഷ്ണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്. ഇനി നമുക്ക് ഇത് എല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ സെപ്പറേറ്റ് തന്നെ ചതച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അത് ഉള്ളിയൊക്കെ ഇടിക്കുന്ന കല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ മിക്സിയിലാണെന്ന് വെച്ചാൽ പൾസ് ചെയ്ത് എടുക്കുക, ഒരുപാട് അരഞ്ഞ് പോവരുത്. ഞാനിതിപ്പോൾ നല്ലപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് തന്നെ ചതയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1.25 ടേബിൾ സ്പൂൺ തന്നെയാണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പെരിഞ്ചീരകം ഒക്കെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഉരുളിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് പുതിനയിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 2 സബോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സബോളയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വഴന്ന് വരണം. ഇപ്പോൾ സബോളയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സബോളയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സബോളയൊക്കെ നല്ല പോലെ തന്നെ ബ്രൗൺ കളറിൽ നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ല പോലെ തന്നെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ല പോലെ വഴന്ന് നമുക്ക് മസാലയിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ തക്കാളി നല്ല പോലെ കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ചിക്കൻ നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഈ ഒരു ചിക്കൻ വരട്ടിയത് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് നല്ല പോലെ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ല പോലെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കേണ്ട. ഇനി അഥവാ നമുക്ക് ഈ ഒരു സമയത്ത് ചിക്കൻ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിത് വരട്ടി എടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവിയൊക്കെ ചിക്കനിലൊക്കെ നല്ല പോലെ തന്നെ പിടിച്ച് എരിവും മസാലയൊക്കെ നല്ല പോലെ തന്നെ പിടിച്ച് ഇങ്ങനെ നമുക്ക് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ ചിക്കൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാതെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ മറിച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി കൊടുത്ത ശേഷം 5 മിനിറ്റ് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ഇളക്കി റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഇളക്കിയെടുത്ത് ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നല്ലപോലെ വരട്ടി കിട്ടുന്ന വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വരട്ടിയെടുക്കുന്ന ഈ ഒരു ചിക്കന് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചേർത്തിട്ടുള്ള ഓയിലൊക്കെ നല്ല പോലെ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓയിലിൽ കിടന്നിട്ട് തന്നെ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ റോസ്റ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലൊട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളത്തിലും നമ്മൾ ചേർത്തിട്ടുള്ള ഓയിലുമാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ പോകുന്ന നല്ലൊരു റോസ്റ്റാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ ഒരു റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നാടൻ ഡിഷൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിത് പൊറോട്ടേൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ഏതിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.